ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 209 റൺസിന് തോൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 234 റൺസിന് പുറത്തായി. നഥാൻ ലിയോണിന് 4 വിക്കറ്റ്. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. എങ്ങനെയായിരുന്നു മത്സരത്തിന്റെ അവസാന ലാപ്പ്? വിജയ്, ഓവലിൽ ഇന്ത്യക്ക് അടിപതറിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം, ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഓസ്ട്രേലിയൻ മണ്ണിൽ അവിടെ ഈ ഓവലിൽ ഇന്ത്യൻ ബാറ്റ്മാൻമാർ അവിടെ അടിപതർന്നൊരു കാഴ്ച തന്നെയായിരുന്നു ഇന്ന് കണ്ടത്. അവസാന ദിനമായി ഇന്ന് വലിയൊരു സ്കോറായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് കടക്കേണ്ടിയിരുന്നത്. എന്നാൽ വളരെ ഈ അഞ്ചാം ദിനം അവസാന ദിനത്തിൽ വലിയൊരു തകർച്ചയിലേക്ക് ഇന്ത്യൻ ടീം പോകുന്നൊരു കാഴ്ചയാണ് ഈ അവസാന ദിവസം കണ്ടത്. നമുക്കറിയാം, വലിയ ഓസീസ് ഉയർത്തിയ 444 റൺസ് വിജയലക്ഷ്യം ഈ ഇന്ത്യ 234 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതോടെ ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടവുമായി പോകുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. കൂടാതെ 4ാം ദിവസം കളി അവസാനിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ ദിവസം കളി അവസാനിച്ചപ്പോൾ 164 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. 280 റൺസ് കൂടി വേണമായിരുന്നു. ഒരു ദിവസം ബാക്കി നിൽക്കെ 280 റൺസ് കൂടി ഇന്ത്യക്ക് വേണമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വലിയൊരു 3 വിക്കറ്റ് അവിടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് വലിയൊരു തകർച്ചയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച ഇന്നുണ്ടായത്. അവസാന ദിവസം തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടിയേക്കും. 179 സ്കോർ 179 നിൽക്കെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. 5ാം ദിനം 5 റൺസ് മാത്രമാണ് അന്ന് കോഹ്ലിക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത്. 49 റൺസ് എടുത്ത കോഹ്ലിയെ ബോളണ്ടാണ് പുറത്താക്കിയത്. കൂടാതെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നമുക്കറിയാം 296 റൺസിനാണ് ഓൾ ഔട്ട് ആയത്. 463 റൺസ് എടുത്ത ഓസ്ട്രേലിയ 296 റൺസിന്റെ ലീഡ് അവിടെ ഉയർത്തിയിരുന്നു. അത് പിന്തുടരുന്നതിനിടെയാണ് ഇന്ത്യക്ക് വലിയൊരു തകർച്ച ഉണ്ടായത്. രണ്ടാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 270 റൺസിന് ഓസീസ് ഡിക്ലെയർ ചെയ്യുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. തുടർന്ന് അതോടെ 444 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യക്ക് മുന്നിലേക്ക് വരികയായിരുന്നു. നമുക്കറിയാം, സ്റ്റീവൻ സ്മിത്ത് അതോടൊപ്പം തന്നെ ഹെഡ് എന്നിവരുടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് ഓസ്ട്രേലിയക്ക് കൂറ്റൻ റൺസ് സമ്മാനിച്ചത്. സ്റ്റീവൻ സ്മിത്ത് 121 റൺസുമായും ഹെഡ് 163 റൺസുമായും അവിടെ വലിയൊരു പ്രകടനം ഓവലിൽ കാഴ്ചവെക്കുന്നതും. ശരി, എന്തായാലും ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചില്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഓസ്ട്രേലിയക്ക് നേട്ടമായി. ഇന്ത്യയെ 209 റൺസിന് തോൽപ്പിച്ചു.